പിന്നെ ജയ്ഷ BCCI സെക്രട്ടറിയായി വന്നതിന് ശേഷമുള്ള മറ്റൊരു നിർണായകമായുള്ള ഒരു തീരുമാനം വിമൻസ് പ്രീമിയർ ലീഗ് ആരംഭിച്ചതായിരുന്നു. IPL എത്രത്തോളം ഇമ്പാക്റ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കി, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ വളർച്ചയിൽ ഉണ്ടാക്കി, അതേ രീതിയിൽ തന്നെയുള്ള മാറ്റങ്ങൾക്ക് തുടക്കമിടാൻ വിമൻസ് പ്രീമിയർ ലീഗ് വഴി വനിതാ ക്രിക്കറ്റിലും സാധിച്ചു എന്നുള്ളതാണ്. ചുരുങ്ങിയ സമയമേ ആയിട്ടുള്ളൂ വനിതാ ക്രിക്കറ്റിൽ വിമൻസ് പ്രീമിയർ ലീഗ് ആരംഭിച്ചിട്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ മുമ്പൊക്കെ ഈ വനിതാ ക്രിക്കറ്റ് നടക്കുമ്പോൾ പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങളിലൊന്നും വലിയ ആളുകളൊന്നും കളി കാണാനുണ്ടാകാറില്ലായിരുന്നു. അപ്പോൾ അതിനൊരു മാറ്റം കൊണ്ടുവരാൻ BCCIയുടെ ചില നടപടികൾ വഴി സാധിച്ചു എന്നുള്ളതാണ്. ഫ്രീ ടിക്കറ്റ് സ്കീമുകളൊക്കെ കൊണ്ടുവന്നു, ഫ്രീ ടിക്കറ്റുകളൊക്കെ അനുവദിച്ച് കൂടുതൽ കാണികളെ ആകർഷിക്കാൻ, ഗ്രൗണ്ടിൽ എത്തിക്കാൻ, വനിതാ ക്രിക്കറ്റ് മത്സരങ്ങൾ കാണാൻ അതൊരു പ്രേരകമായി മാറി എന്നുള്ളതാണ്. അതും ഒരു വലിയ ചേഞ്ച് തന്നെയാണ്. അപ്പോൾ ഇത്തരം നിർണായകമായ സംഭാവനകൾ BCCI സെക്രട്ടറി എന്നുള്ള നിലയിൽ ജയ്ഷയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുമാത്രമല്ല, ഒരു ഡൊമസ്റ്റിക് സിസ്റ്റം കൃത്യമായിട്ട് കൊണ്ടുവരാൻ വനിതാ ക്രിക്കറ്റിന്, രാജ്യത്തെ വനിതാ ക്രിക്കറ്റിന് ഒരു ആഭ്യന്തര ഒരു ക്രിക്കറ്റ് ഒരു ഷെഡ്യൂളും കൃത്യമായിട്ടുള്ളൊരു സംവിധാനവും കൊണ്ടുവരാൻ BCCIക്ക് സാധിച്ചു. അതുകൂടാതെ തന്നെ വിദേശ പര്യടനങ്ങൾ, പ്രത്യേകിച്ച് അണ്ടർ 19 ലെവലിലൊക്കെയുള്ള വിദേശ പര്യടനങ്ങൾ, പിന്നെ മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, അതെല്ലാം സാധിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതൊരു 4 years 5 years ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഒടുവിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒരു നിർണായക വിജയം നേടിയിരിക്കുന്നത്.